ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവാണ്. STD3 ഇംഗ്ലീഷ് ആണല്ലേ നാളെ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അവസാനഘട്ട പരിശീലനത്തിലേക്ക് പോയാലോ? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവസാനഘട്ട പരിശീലനത്തിലേക്ക് നമുക്ക് പോകാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി എന്തൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സൈഡിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ള സാക്ഷി ഷെയർ ചെയ്തിട്ടുള്ളതോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം എഴുതാനുള്ളത് I would like to share. I would like to share. What would you like to share? അതിൽ തന്നെ ഉണ്ട് I എന്ന് കൊടുക്കുക. I would like to share. ഞാൻ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് I would like to share sweets with my friends. എൻ്റെ കൂട്ടുകാരുടെ കൂടെ സ്വീറ്റ്സ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സ്വീറ്റ്സ് മധുരം, മിഠായി. അപ്പോൾ I would like to share sweets with my friends. എൻ്റെ കൂട്ടുകാരോടൊപ്പം with my friends. അപ്പോൾ with your friends എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വീറ്റ്സ് with my friends എൻ്റെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. I would like to share sweets with my friends. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? I would like to share pen and pencil with my friends. എൻ്റെ പേനയും പെൻസിലും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. I would like to share story books with my friends. സ്റ്റോറി ബുക്സ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. I would like to share color pencils with my friends. കളർ പെൻസിൽസ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. I would like to share ഷാർപ്നർ അല്ലെങ്കിൽ കട്ടർ ആൻഡ് എറേസർ വിത്ത് മൈ ഫ്രണ്ട്സ്. കട്ടറും എറേസറും, ഷാർപ്നറും എറേസറും എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. I would like to share food with my friends. ആഹാരം, ഞാൻ കൊണ്ടുവരുന്ന ആഹാരം എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടേ? I would like to share. ലാസ്റ്റ് എന്താ? with my friends. അതിൽ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതാനുള്ളത്? സ്വീറ്റ്സ്, പെൻ ആൻഡ് പെൻസിൽ, സ്റ്റോറി ബുക്സ്, കളർ പെൻസിൽസ്, കട്ടർ ആൻഡ് എറേസർ, ഫുഡ്, വാട്ടർ, നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ ഇഷ്ടമുണ്ടോ അതൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി എന്തൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് മോർ ലൈൻസ്. ഇവിടെ മൈ ഫ്രണ്ട് എന്നൊരു പോയമുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഗാർഡനിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും അല്ലേ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്. എൻ്റെ ഫ്രണ്ട് ഒരു പീകോക്കിന് എന്താണ്? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്. എൻ്റെ ഫ്രണ്ട് പീകോക്കിന് ഇഷ്ടപ്പെടുന്നത് എന്താ? ഡാൻസിങ് ഇൻ ദ വുഡ്സ്. മരങ്ങൾക്കിടയിൽ ഡാൻസ് ചെയ്യുന്ന പീകോക്ക്. അപ്പോൾ ബട്ടർഫ്ലൈയുമായിട്ട് ബന്ധമുള്ളതാണ് എന്താ? ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിലാണ് നമ്മുടെ ബട്ടർഫ്ലൈകൾ. പീകോക്കോ ഡാൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്നും വാക്കുകൾ ഉപയോഗിച്ച് ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരികൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. എൻ്റെ ഫ്രണ്ട് എന്താണ്? ട്രീ ഇഷ്ടപ്പെടുന്നു. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ട്രീ. എൻ്റെ ഫ്രണ്ട് ട്രീയെ പോലെയാണ്. എന്താ? ട്രീ ഇതിലേതാ? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ ആണോ?
വേയിങ് ഇൻ ദ വിൻഡ് ആണോ, ഷൈനിങ് ഇൻ ദ സ്കൈ ആണോ, ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ ആണോ? ഏതാണ്? മരങ്ങൾ എന്താ ചെയ്യുക? ആടത്തില്ലേ? എവിടെയാ? കാറ്റത്ത് ആടത്തില്ലേ? അപ്പോൾ എന്തെഴുതാം? വേയിങ് ഇൻ ദ വിൻഡ്. ഓക്കെ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവർ എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫ്ലവറിൽ വിരിയുന്നത്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. എന്തെഴുതാം? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. അപ്പോൾ ട്രീ എന്തുമായിട്ട് ബന്ധപ്പെട്ടു? വേയിങ് ഇൻ ദ വിൻഡ്. ഫ്ലവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടു? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ വാക്കുകൾ ഇതിൽ ഏതുമായി, അത് നിങ്ങൾ ഓർഡറിൽ എഴുതി പോകരുത്, ഇതിൽ ഏതുമായി ആണ് കണക്ഷൻ ഉള്ളത് അത് മാത്രമേ എടുത്തെഴുതാവൂ. ട്രീ എന്ത് ചെയ്യുന്നു? മരങ്ങൾ ആടുന്നു, കാറ്റത്താടുന്നു. അപ്പോൾ വേയിങ് ഇൻ ദ വിൻഡ് എഴുതാൻ പറ്റൂ. ഫ്ലവർ എന്ത് ചെയ്യും? പൂത്തോട്ടത്തിൽ വിരിയും. അപ്പോൾ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കൂട്ടിച്ചേർക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ബോട്ട്. ബോട്ട് ആണെങ്കിൽ എന്താ വരിക? ഷൈനിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് തിളങ്ങുമോ? ഇല്ല. ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. നദിയിൽ എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. ഓക്കെ, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. സ്റ്റാർ ആണെങ്കിൽ എന്താ? ഷൈനിങ് ഇൻ ദ സ്കൈ. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കി വേണം എടുത്ത് എഴുതുവാനായിട്ട്, ആഡ് മോർ ലൈൻസ് എഴുതുവാനായിട്ട്. മനസ്സിലായല്ലോ? ആഡ് മോർ ലൈൻസ് ചെയ്യാൻ മനസ്സിലായല്ലോ? യെസ്. ഇനി ബർത്ത്ഡേ കാർഡ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ കാർഡ് അയക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ദാ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, കേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ക്യാൻഡിൽസ് മെഴുകുതിരി വരയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റാർസ് വരയ്ക്കാം, നിങ്ങൾക്ക് എന്താണോ, ബലൂൺസ് വരയ്ക്കാം. വരച്ചിട്ട് എന്ത് ചെയ്യുക? ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം കേട്ടോ. നല്ലതുപോലെ കളറും കൂടി ചെയ്യുക കേട്ടോ. നമ്മൾ ദാ ഒരു ബോർഡർ ലൈൻ കൊടുക്കണം, അറ്റത്ത് കൂടി ഉണ്ട്. ഒരു ബോർഡർ ലൈൻ കൊടുത്തു, അകത്തൊരു കളർ കൊടുത്തു, അതിനകത്ത് പിക്ചേഴ്സൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട് എന്നൊക്കെ എഴുതി എന്ത് ചെയ്യാം? കൊടുക്കാം. ആർക്കാണ്? ടു ആർക്കാണ് എന്ന് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പേര് കൊടുക്കുക. ഓക്കെ, ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ അറിയാലോ? യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്റർ തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കാം? ദാ നോക്കി, ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ വരയ്ക്കുക. ഇനി പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ബോട്ടിൽ പ്ലാസ്റ്റിക് അല്ലേ? ഒരു ബോട്ടിൽ വരച്ചിട്ട് അത് ഒരു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡു മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് കണ്ടോ ഇതുപോലെ വരയ്ക്കാം. ആ പ്ലാസ്റ്റിക് ബോട്ടിലിന് മുകളിൽ കൂടി വരയ്ക്കണം. എന്നിട്ട് എന്ത് എഴുതണം? സേ നോ ടു പ്ലാസ്റ്റിക്. സേ പറയൂ, നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയൂ. സേ നോ ടു പ്ലാസ്റ്റിക്. എന്താ എഴുതുക? പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സേ നോ ടു പ്ലാസ്റ്റിക്. സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയൂ. പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മനസ്സിലായല്ലോ? മൈ റെസിപ്പി. നിങ്ങളോട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പി എഴുതാൻ പറഞ്ഞാൽ, ഒരു റെസിപ്പി തരും, നൽകിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പി എഴുതാൻ പറഞ്ഞാൽ ടീച്ചർ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഒരു റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്നറിയാവോ? ഫ്രൂട്ട് സലാഡ്. എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക? ടേക്ക് സം ഫ്രൂട്ട്സ് ആൻഡ് വാഷ് ദം. ടേക്ക് സം ഫ്രൂട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക, ആൻഡ് വാഷ് ദം, അത് കഴുകുക. ടേക്ക് സം ഫ്രൂട്ട്സ് ആൻഡ് വാഷ് ദം. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്, അതിനെ ചെറുതായി കട്ട് ചെയ്യുക. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്. പുട്ട് ദം ഇൻറ്റു എ ബൗൾ, അതൊരു ബൗളിലേക്ക് ഇടുക. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. മിക്സ് ദ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുക. ദ ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. ഫ്രൂട്ട് സാലഡ് റെഡിയായി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയത്? എങ്ങനെയാ? ടേക്ക് സം ഫ്രൂട്ട്സ് ആൻഡ് വാഷ് ദം, കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്, പുട്ട് ദം ഇൻറ്റു എ ബൗൾ, മിക്സ് ദ ഫ്രൂട്ട്സ്, ദ ഫ്രൂട്ട് സലാഡ് ഈസ് റെഡി. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ അത് ഉണ്ടാക്കാം കേട്ടോ. എന്ത് റെസിപ്പിയാണോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റെസിപ്പിയാണോ ഇഷ്ടം അത് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ഐഡിയ ടീച്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ. ക്ലാസിഫൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാട്ടർ ആനിമൽസ്. ഇതുപോലെ കുറച്ച് ഐറ്റംസ് തന്നിരുന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വാട്ടർ ആനിമൽസ് ഉണ്ട്. അതുപോലെ എന്ത് തന്നാലും എന്ത് ചെയ്യുക? അതിനെ ക്ലാസിഫൈ ചെയ്യുക, തരം തിരിക്കുക. എങ്ങനെ തരം തിരിക്കാം? ഒരു ബോക്സിൽ ആദ്യം ഫ്രൂട്ട്സിനെ മാറ്റി എഴുതുക. ഫ്രൂട്ട്സ്, ആപ്പിൾ, പപ്പായ. ആപ്പിളും പപ്പായയും ഫ്രൂട്ട് അല്ലേ? യെസ്.
ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോക്സിനുള്ളിൽ അത് മാറ്റി. ആപ്പിൾ, പപ്പായ. ഇനി എന്തുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അത് നമ്മൾ മറ്റൊരു ബോക്സിലേക്ക് മാറ്റുക. വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്. ക്യാരറ്റ്, ക്യാബേജ് വെജിറ്റബിൾസ് ആണ്. ഇനി ക്രാബ് ഉണ്ട്, വെയിൽ ഉണ്ട്, അതെന്താ, വാട്ടർ അനിമൽസ് ആണ്, വാട്ടർ അനിമൽസ്. അപ്പോൾ എന്ത് ചെയ്യാം, വാട്ടർ അനിമൽസ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് ക്രാബ്, വെയിൽ. അപ്പോൾ ഇത് ഓരോന്നിനെയും അതിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചെഴുതുക. ഫ്രൂട്ട്സിനെ തരം തിരിച്ചു, വെജിറ്റബിൾസിനെ തരം തിരിച്ചു, വാട്ടർ അനിമൽസിനെ തരം തിരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാസിഫൈ ചെയ്തേ. സ്പൂൺ, ബനാന, ഷുഗർ, നൈഫ്, കേക്ക്, ചില്ലി പൗഡർ. ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യും, നിങ്ങൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. സ്പൂൺ, ബനാന, ഷുഗർ, നൈഫ്, കേക്ക്, ചില്ലി പൗഡർ. ഇത് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം? എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, ടീച്ചർ പറഞ്ഞു തരാം. ഇതിൽ സ്പൂൺ ഉണ്ട്. സ്പൂൺ നമ്മൾ എന്താ, കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലേ. അപ്പോൾ കിച്ചൺ യൂട്ടൻസിൽസ്. കിച്ചൺ യൂട്ടൻസിൽസ് ഏതൊക്കെയാ? സ്പൂൺ, നൈഫ്. സ്പൂണും കത്തിയൊക്കെ നമ്മൾ എന്താ, കിച്ചൺ യൂട്ടൻസിൽസ്, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. കിച്ചൺ യൂട്ടൻസിൽസ് ആണ് സ്പൂണും നൈഫും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് ഐറ്റം. നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്ന ഫുഡ് ഐറ്റം എന്തൊക്കെയാ? ബനാന നമുക്ക് ഡയറക്റ്റ് കഴിക്കാം, കേക്ക് നമുക്ക് ഡയറക്റ്റ് കഴിക്കാം അല്ലേ. കേക്ക് നമ്മൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലേ. കേക്ക് എന്നാലേ കേക്ക് ആകത്തുള്ളൂ. അപ്പോൾ കേക്ക് നമുക്ക് കഴിക്കാൻ കഴിയും. ബനാനയോ, ബനാന നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് ബനാനയും കേക്കും. ഇനി ചില്ലി പൗഡർ, ഷുഗർ, ഇതൊക്കെയാണെങ്കിലോ നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ, ഫുഡ് ഇൻഗ്രീഡിയൻസ്. അതിനെന്താ പറയുക, ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഷുഗർ ഫുഡ് നമ്മൾ ചായയിലും കേക്കിലും ഒക്കെ ഇടാറില്ലേ. ചില്ലി പൗഡർ നമ്മൾ എന്താ, വീട്ടിൽ കറികളൊക്കെ വെക്കുമ്പോൾ അതിലിടാറില്ലേ. യെസ്, അപ്പോൾ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഷുഗർ, ചില്ലി പൗഡർ, ഇതുപോലുള്ളവ. ഓക്കെ, അപ്പോൾ കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ്, ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക. ഡയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഡയറി, ഡേറ്റ് എഴുതുക, അറിയാലോ. യെസ്, അതുപോലെ എന്താ, നോട്ടീസ് എഴുതാൻ പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ക്വയർ വരയ്ക്കുക, നോട്ടീസ് എഴുതുക. എന്തിനെ കുറിച്ചാണ് നോട്ടീസ് എഴുതുക, അതൊക്കെ പഠിച്ചുവല്ലോ. യെസ്, ഓക്കെ. ഇപ്പോൾ ലെറ്റർ എഴുതാൻ അറിയാലോ, ലെറ്റർ. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാൻ, ബർത്ത്ഡേക്ക് നിങ്ങളുടെ ഈ കൂട്ടുകാരനെ ഇൻവൈറ്റ് ചെയ്ത് ഒരു ലെറ്റർ എഴുതുക. പഠിച്ചോ? യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Activity 1. Listen and draw. Sasha's father is busy in the kitchen. Complete the picture after listening to your teacher. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ദാ ഇവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടാകും. ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ കിച്ചൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. എന്തൊക്കെ വരയ്ക്കാൻ പറഞ്ഞു അതെല്ലാം വരച്ച് നല്ലതുപോലെ വരച്ച് ഈ കിച്ചൺ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയില്ലേ. യെസ്, ഓക്കെ. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ടോം, നിയ, മിതു, സലിം ആൻഡ് രാജ് വേർ ഫ്രണ്ട്സ്. ടോം, നിയ, മിതു, സലിം, രാജ് ഇവർ കൂട്ടുകാരായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, they went for a field trip with their teacher. അവർ അവരുടെ ടീച്ചറുമായിട്ട് ഫീൽഡ് ട്രിപ്പിന് പോയി. അറ്റ് ലഞ്ച് ടൈം, ഉച്ച സമയം, ചോറ് ആ ഒരു കഴിക്കുന്ന സമയത്ത്, ടോം ഓപ്പൺ ഹിസ് ബാഗ്. ടോം എന്ത് ചെയ്തു, ബാഗ് തുറന്നു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ്. ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു. മിതു ഹിയർഡ് ദിസ്. മിതു ഇത് കേട്ടു. ഷീ റാൻ ടുവേർഡ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദം. അവൾ എന്ത് ചെയ്തു, കൂട്ടുകാരുടെ അടുത്തെത്തി അവരോട് പറഞ്ഞു. ദേ ക്വിക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അവരെന്ത് ചെയ്തു, ഒരു പ്ലാനുമായിട്ട് വന്നു. മിതു ഓപ്പൺ ഹെർ ലഞ്ച് ബോക്സ് ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച്. എന്ത് ചെയ്തു, മിതു ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് അതിൻ്റെ ഹാഫ്, ലഞ്ചിൻ്റെ പകുതി എന്ത് ചെയ്തു, പകുതി കൊടുത്തിട്ട് പറഞ്ഞു, ഹിയർ ടോം യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. എന്താണ്, എൻ്റെ ലഞ്ചിൻ്റെ ഒരു പാർട്ട് എടുത്തോളൂ. നിയ ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ ആൻഡ് ഓഫർഡ് ദം ടു ടോം. നീ എന്ത് ചെയ്തു, ആപ്പിൾ കൊടുത്തു. യു ക്യാൻ ഹാവ് ദിസ് ടു. ഇതും ഇരിക്കട്ടെ, ഷീ സെഡ്. സലിം ആൻഡ് രാജ് ഷെയർഡ് ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. സലിമും രാജു എന്ത് ചെയ്തു, കുക്കീസും കേക്ക്സും ഷെയർ ചെയ്തു. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ആ
തൻ്റെ കൂട്ടുകാരുടെ ആ കൈൻഡ്നെസ് കണ്ടിട്ട് ടോമിന് ഹാപ്പിയായി, സന്തോഷമായി, ദേ കണ്ടിട്ട് സന്തോഷമായി. താങ്ക് യു എവ്രി വൺ ഹീ സെഡ്, എല്ലാവരോടും നന്ദി പറഞ്ഞു. ദേ ഓൾ സാറ്റ് ടുഗദർ, എല്ലാവരും ഒരുമിച്ചിരുന്നു. ആൻഡ് എൻജോയ്ഡ് ദെയർ ലഞ്ച്, അവരെന്ത് ചെയ്തു, ആ ലഞ്ച് എൻജോയ് ചെയ്ത് കഴിച്ചു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഓൾ ഓഫ് ദം വെന്റ് ടു ദ മിഥുസ് ഹൗസ്, എല്ലാവരും കൂടി മിഥുവിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഇതാണ് സ്റ്റോറി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെന്റ്, ടോമും ഫ്രണ്ട്സും എന്തിനാണ് പോയത്? ഫോർ എ മൂവി, സിനിമ കാണാൻ. ഫോർ എ വാക്ക്, നടക്കാൻ. ഫോർ എ ഫീൽഡ് ട്രിപ്പ്, ഒരു ഫീൽഡ് ട്രിപ്പിൻ. ടു ദ സ്കൂളിലേക്ക്. എവിടെയാ പോയേ? ഫീൽഡ് ട്രിപ്പിന് വേണ്ടി പോയി. ഹൂ ഫോർഗറ്റ് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നതാരാ? മിഥുവാണോ, ടോമാണോ, ടീച്ചറാണോ, സലിമാണോ? ആരാ ലഞ്ച് ബോക്സ് എടുക്കാൻ പറഞ്ഞ? ആരാ ബാഗ് തുറന്നിട്ടാ ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞത് ആരാ? ടോം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എല്ലാവരും എന്ത് ചെയ്തു? എന്തിട്ടു? പ്ലാൻ ആണോ, കൈൻഡ്നെസ് ആണോ, ലഞ്ച് ആണോ, കുക്കീസ് ആണോ? പ്ലാൻ. എല്ലാവരും ഒരു പ്ലാൻ ഇട്ടു അല്ലേ? പ്ലാൻ. വൈ വാസ് ടോം ഹാപ്പി? എന്തുകൊണ്ടാണ് ടോം ഹാപ്പി ആയത്? കൂട്ടുകാർക്ക് തന്നോടുള്ള അതേ കണ്ടിട്ടല്ലേ? ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. എന്താണ്? ഒരു നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. എല്ലാവരും നല്ലൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാപ്പി ഫ്രണ്ട്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം, ഒരു തലക്കെട്ട്, ഒരു ടൈറ്റിൽ കൊടുക്കാം. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഓരോരുത്തരുടെയും ടൈറ്റിൽ ഓരോന്നായിരിക്കും. ഹാപ്പി ഫ്രണ്ട്സ് എന്നും അങ്ങനെ ഓരോന്നായിരിക്കും. ഓക്കെ, ആക്ടിവിറ്റി 3. ഇനിയുള്ളതിൽ നിന്നും ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. ഇനി വരുന്ന 4 ഈ 1ഉം 2ഉം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇനി വരുന്ന 4 ആക്ടിവിറ്റിയിൽ നിന്നും ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ആക്ടിവിറ്റി 3 എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷൻ എഴുതാനായിരുന്നു. ദാ ഇവിടെ നോക്കിയേ, എന്തൊക്കെയുണ്ട്? പച്ചക്കറി തോട്ടം തന്നെയുണ്ട് അല്ലേ? ഒരു ഗാർഡൻ, പറവകൾ, ഡോഗ്, പക്ഷിക്കൂട്, അങ്ങനെ എന്തൊക്കെയാ, സണ്ണുണ്ട്, എന്തൊക്കെയാ, ഗാർഡനിങ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നല്ലതുപോലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺവെർസേഷൻ എന്തായിരുന്നു? സാഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിത. സാഷയും നവീനും എന്താണ്? കവിതയെക്കുറിച്ച് അനുപമ ടീച്ചറിനോട് പറഞ്ഞു. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ്. അങ്ങനെ നമ്മുടെ അനുപമ ടീച്ചർ കവിതാസ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അനുപമ ടീച്ചർ വെന്റ് ടു ദ കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ എവിടെ പോയി? കവിതയുടെ വീട്ടിൽ പോയി. ടീച്ചർ ടോക്ക് ടു കവിതാസ് മദർ അബൌട്ട് സെൻഡിങ് ഹെർ ടു സ്കൂൾ. അവളെ സ്കൂളിൽ വിടുന്നതുമായി ബന്ധപ്പെട്ട് അമ്മയോട് സംസാരിച്ചു. വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ എന്തായിരുന്നു കാണും? ടീച്ചർ ചോദിക്കാൻ, ആർ യു കവിതാസ് മദർ? അപ്പോൾ മദർ പറഞ്ഞാണ് യെസ്. ടീച്ചർ ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. അപ്പോൾ എന്ത് പറഞ്ഞാണ്? അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? വെൽക്കം ചെയ്തിട്ടുണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകും? എന്തുകൊണ്ടാണ് കവിത വരാത്തത്? അവൾക്ക് വരാൻ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അമ്മ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? ഓക്കെ, അതായിരുന്നു കോൺവെർസേഷൻ. 5ാമത്തെ ആക്ടിവിറ്റി, തോട്ട്സ്. അങ്ങനെ കവിത സ്കൂളിൽ പോകാൻ റെഡിയായി. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഷീ ഈസ് സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സാഷ ആൻഡ് നവീൻ. അങ്ങനെ കവിത സ്കൂളിൽ പോകാൻ റെഡിയായി. ആ കവിത നല്ല എക്സൈറ്റഡ് ആണ്. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്? സാഷയ്ക്ക് നവീനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കാം നമ്മുടെ കവിതയുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കുക? വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്? കവിതയുടെ ആ സമയത്തെ തോട്ട്സ്, ചിന്തകൾ എഴുതുക. അതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എഴുതുന്നത്. അതുകൊണ്ട് ടീച്ചർ ഇപ്പോൾ ആൻസർ പറയുന്നില്ല. 6ാമത്തെ ആക്ടിവിറ്റി, പസിൽ നിങ്ങൾ എല്ലാവരും ചെയ്തായിരുന്നോ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ആൻഡ് സോൾവ് ദ ക്രോസ് വേർഡ് പസിൽ. എന്നിട്ടൊരു ക്രോസ് വേർഡ് പസിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. വളരെയധികം താമസിച്ചു.
അനുപമ ടീച്ചർ റഷ് ടു കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ എന്ത് ചെയ്തു? വേഗത്തിൽ കവിതയുടെ വീട്ടിലേക്ക് പോവാണ്. There was nobody in front of the house. ആ വീടിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ ഫ്രണ്ടിൽ ആരെയും കാണുന്നില്ല. She heard a sweet lullaby from inside. എന്താണ്? ടീച്ചർ അകത്ത് നിന്നൊരു താരാട്ട് കേൾക്കുകയാണ്. She peeped into the house. ആ ടീച്ചർ ആ വീടിനുള്ളിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. She saw കവിത singing in sweet tender voice. നല്ല പതിഞ്ഞ നല്ല മധുരമായ സ്വരത്തിൽ എന്ത് ചെയ്യുന്നു? കവിത പാടുകയാണ്. നൈസ് സോങ്, മധുരമായ നല്ല സോങ്. ഷീ മർമേർഡ്, ഇങ്ങനെ പതിയെ ഇങ്ങനെ പറഞ്ഞു. കവിത സാ അനുപമ ടീച്ചർ, കവിത അനുപമ ടീച്ചറിനെ കണ്ടു. ഷീ വാസ് സർപ്രൈസ്ഡ്, അവൾ സർപ്രൈസായി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ക്രാഡിൽ സോങ്, അപ്പോൾ എക്രോസ് ഡൗൺ, വലത്തോട്ട് എഴുതാനുണ്ട്, താഴോട്ട് എഴുതാനുണ്ട്. അത് ടീച്ചർ പസിൽ അടുത്ത് കാണിക്കാം. ക്രാഡിൽ സോങ്, ഇതിൽ ക്രാഡിൽ സോങ് ഏതായിരുന്നു? ഷീ ഹിയർഡ് എ സ്വീറ്റ് ലുലാബി ഫ്രം ഇൻസൈഡ്. ടീച്ചർ എന്ത് ചെയ്തു? അകത്തുനിന്ന് ചെറിയൊരു താരാട്ട് കേട്ടു. ക്രാഡിൽ സോങ്, തൊട്ടിലാട്ടിക്കൊണ്ട് പാടുന്ന പാട്ട് ഏതാ? ലുലാബി. എന്താ എഴുതാനുണ്ടായിരുന്നത്? ലുലാബി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, എക്രോസ്. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്, പതിയെ ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന എന്താ പറയുക? മർമേർഡ്. നൈസ് സോങ്, ഷീ മർമേർഡ്, പതിയെ പറയുക. ടു ലുക്ക് സീക്രറ്റ്ലി, പതിയെ ഒളിഞ്ഞു നോക്കുക, ആരും കാണാതെ നോക്കുക. എന്താ പറയുക? ഷീ പീപ്ഡ് ഇൻ ടു ദ ഹൗസ്. പീപ്പ് എന്താ പറയുക? പീപ്പ്. ടു മൂവ് ക്വിക്ലി, വേഗത്തിൽ പോവുക. അനുപമ ടീച്ചർ റഷ് ടു കവിതാസ് ഹൗസ്. റഷ് എന്താ പറയുക? റഷ്. അടുത്ത് ഡൗൺ, താഴേക്ക് എന്തായിരുന്നു? സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്, കാണുകയോ ഫീൽ ചെയ്യുക. അപ്പം അപ്രതീക്ഷിതമായി കാണുകയും ഫീൽ ചെയ്യുകയും ചെയ്തതിന് എന്താ പറയുക? വൺ ഡൗൺ. എന്തായിരുന്നു? സർപ്രൈസ്. എന്താ? സർപ്രൈസ്. ഇനി സോഫ്റ്റ്, സോഫ്റ്റ് ആയിട്ട് എന്താണ് ചെയ്തിരുന്നത്? സോഫ്റ്റിന് എന്ത് വാക്കാണ് ഇവിടെയുള്ളത്? സ്വീറ്റ് ടെൻഡർ വോയിസ്, പതിഞ്ഞ നല്ല സോഫ്റ്റ് ടെൻഡർ വോയിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രാഡിൽ സോങ്, ലുലാബി. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്, മർമേർഡ്. ടു ലുക്ക് സീക്രറ്റ്ലി, പീപ്പ്. ടു മൂവ് ക്വിക്ലി, റഷ്. സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്, സർപ്രൈസ്, സോഫ്റ്റ്, ടെൻഡർ. ഇതായിരുന്നു ആൻസേഴ്സ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ പസിലിൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. സർപ്രൈസ് മാത്രം, വൺ ഡൗൺ മാത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ PEEP, പീപ്പ്. ഇവിടെ ടെൻഡർ, TENDER, ടെൻഡർ. റഷ്, RUSH, റഷ്. മർമർ, MURMER, മർമർ. ഓക്കെ, നിങ്ങളിത് കറക്റ്റായിട്ട് ലുലാബി, LULLABY, ലുലാബി. ഇതെല്ലാവരും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കാണും. ആൻസർ അതിലത്തെ പാസേജിൽ തന്നെ ഉണ്ടായിരുന്നു. ചെയ്തില്ലേ? എല്ലാവരും ശരിയായിട്ട് ചെയ്തില്ലേ? ഓക്കെ, തെറ്റിപ്പോർ വിഷമിക്കണ്ട കേട്ടോ. അടുത്ത എക്സാം നമുക്ക് ഫുൾ മാർക്സ് നേടാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.